സലാലയിലെ സുൽത്താൻ ഖാബൂസ് ആശുപത്രി നിർമ്മാണ പുരോഗതി വിലയിരുത്തി ആരോഗ്യമന്ത്രി. രാജ്യത്തിന്റെ വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. മതമൂല്യങ്ങൾക്ക് വിരുദ്ധമായ 300-ൽ പരം ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. സലാലയിലെ പുതിയ സുൽത്താൻ ഖാബൂസ് ആശുപത്രി നിർമ്മാണ പുരോഗതി വിലയിരുത്തി ആരോഗ്യമന്ത്രി ഹിലാൽ അൽ സബ്തി. ഉദ്യോഗസ്ഥരോടൊപ്പം സന്ദർശിച്ച മന്ത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിച്ചു. ആരോഗ്യ സംരക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സമൂഹത്തിന് നൽകുന്ന മെഡിക്കൽ സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ മന്ത്രിക്ക് വിശദീകരിച്ചു. ആരോഗ്യമന്ത്രിയോടൊപ്പം പ്രൈവറ്റ് ഓഫീസിലെ ഉപദേഷ്ടാവ് ഡോക്ടർ സുൽത്താൻ അൽ ബുസൈദിയും ഉണ്ടായിരുന്നു. ധോഫർ ഗവർണറേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യ സംരംഭങ്ങളിൽ ഒന്നാണ് സുൽത്താൻ ഖാബൂസ് ആശുപത്രി പദ്ധതി. പൂർത്തിയാകുമ്പോൾ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റുന്ന നൂതന മെഡിക്കൽ സേവനങ്ങൾ, ആധുനിക ഉപകരണങ്ങൾ, പ്രത്യേക യൂണിറ്റുകൾ എന്നിവ ഇത് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്ന് 100 കണക്കിന് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത് അധികൃതർ നശിപ്പിച്ചു. വടക്കൻ ഷർക്കിയ മുനിസിപ്പാലിറ്റി അടുത്തിടെ നടത്തിയ പരിശോധനാ ക്യാമ്പയിനിലാണ് ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കുന്നത്. ആരോഗ്യ സുരക്ഷാ ആവശ്യകതകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി വിലായത്തിലുടനീളമുള്ള വിവിധ ഭക്ഷ്യ ഔട്ട്ലെറ്റുകൾ ലക്ഷ്യമിട്ടായിരുന്നു പരിശോധന. ഭക്ഷ്യയോഗ്യമല്ലാത്ത 327 ഭക്ഷ്യവസ്തുക്കളാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി നശിപ്പിച്ചത്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് സ്ഥാപനത്തിനെതിരെ പിഴയും അധികൃതർ ചുമത്തി. മതപരമായ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ 300-ൽ പരം ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം. സ്കൂളുകളിലേക്ക് ആവശ്യമായതും വിദ്യാർത്ഥികൾക്കുള്ളതുമായ 347 വസ്തുക്കളാണ് മസ്കറ്റ് ഗവർണറേറ്റിൽ മാത്രം കണ്ടുകെട്ടിയത്. തലയോട്ടിയുടെ അടയാളമുള്ള ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽപ്പെടുന്നു. ഉപഭോക്തൃ നിയമങ്ങളും അതിന്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളും ലംഘിച്ചതിനാണ് നടപടി. സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും സാധനങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ എംബസി കോൺസുലാർ ക്യാമ്പ് ഓപ്പൺ ഹൌസ് ശനിയാഴ്ച സഹമിൽ നടക്കും. ഇന്ത്യൻ അംബാസിഡർ GV ശ്രീനിവാസ് പങ്കെടുക്കും. വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ സഹം റൗണ്ട് എബൌട്ടിനടുത്തുള്ള ഒമാൻ അറബ് ബാങ്കിന് സമീപം സുഹാർ ഇന്റർനാഷണൽ മെഡിക്കൽ സെന്റർ ഹാളിലാണ് ക്യാമ്പ് നടക്കുന്നത്. കമ്മ്യൂണിറ്റി വെൽഫെയർ, പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ, കോൺസുലാർ സേവനങ്ങൾ, പരാതികൾ എന്നിവയ്ക്ക് സൗകര്യമുണ്ടായിരിക്കുമെന്ന് എംബസി അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.